ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി വില്ലയാണ്. പുറത്തുപോയ രാധിക തിരികെ വരുമ്പോൾ അച്ചമ്മയോട് ചോദിക്കുകയാണ്, അല്ലമ്മേ, വിശാലും പാർവതിയും കൂടി എവിടേക്ക് പോയതാ? ഞാൻ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അവർ കാറിൽ പോകുന്നത് കണ്ടു. അത് പിന്നെ വിശാല് പാർവതിനെയും കൂട്ടിക്കൊണ്ട് ഒരു ഔട്ടിങ്ങിന് പോയതാ. എന്താണെങ്കിലും അവന് പാർവതിയെ കൊണ്ട് പുറത്തേക്കൊക്കെ പോകാൻ തോന്നിയല്ലോ, നല്ല കാര്യം തന്നെയെന്ന് രാധിക പറയുന്നു. അതേസമയം ഗോപി രാധികയോടെന്തോ പറയാൻ ശ്രമിക്കുമ്പോൾ അച്ചമ്മ പറയുകയാണ്, അത് പിന്നെ ഗായത്രിയെ കൊന്നു ആ ശേഖരൻ ജയിൽവാസം കഴിഞ്ഞ് പുറത്തിറങ്ങിയെന്ന് ഞാൻ ഇവനോട് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ തൊട്ട് ഇവന് ഭയമാണ്. ഇനി അയാൾ വന്ന് ഇവനെ എന്തെങ്കിലും ചെയ്യുമോ എന്ന് എനിക്കും പേടിയുണ്ടെന്ന് അച്ചമ്മ പറയുമ്പോൾ രാധിക പറയുകയാണ്, അതിന് ഗോപിയേട്ടനൊന്നും പേടിക്കേണ്ട കാര്യമേ ഇല്ല. പാർവതിയോട് ഒന്ന് കരുതിയിരിക്കാൻ പറയണം, അത്രമാത്രം. പിന്നീട് കാണിക്കുന്നത് വിശാലും പാറുവും കൂടി സന്തോഷത്തോടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ തൊട്ടു പിന്നാലെ തന്നെ മറ്റൊരു കാറിൽ അവരെ പിന്തുടർന്നുകൊണ്ട് ജാസ്മിനും പോകുന്നു. തുടർന്ന് ജാസ്മിൻ ഡ്രൈവറിനോട് വണ്ടി നിർത്താൻ പറഞ്ഞ് ഡിക്കിയിൽ നിന്നും തൻ്റെ തോക്കെടുത്തുകൊണ്ട് അവരുടെ പിന്നാലെ പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് പാറുവും വിശാലും കൂടി അവിടുത്തെ ഭംഗിയെല്ലാം ആസ്വദിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വിശാല് പറയുകയാണ്, പാർവതി, ഇതൊക്കെ നമ്മുടെ സ്വത്തുക്കൾ തന്നെയാ. ഇവിടെ ഒരു റിസോർട്ടാക്കി മാറ്റണമെന്നാ എൻ്റെ ആഗ്രഹം. ഇത് കേൾക്കുന്ന പാറു പറയുകയാണ്, അത് നല്ലതാ. ഇവിടുത്തെ ഭംഗി ആസ്വദിക്കാൻ വരുന്നവർക്ക് ഇവിടെ തന്നെ കഴിയാലോ. കൂടെ നല്ല ആഹാരം കൂടി കൊടുത്താലേ നിറയെ ആൾക്കാർ ഇങ്ങോട്ടേക്ക് തന്നെ വരും. ഇത് കേൾക്കുന്ന വിശാൽ പറയുകയാണ്, നീ പറഞ്ഞതും ശരി തന്നെയാ. അതേസമയം വിശാലിന് ഓഫീസിൽ നിന്നും ഒരു കോള് വരുന്നുണ്ടെങ്കിലും റേഞ്ചിന്റെ പ്രശ്നം കാരണം വിശാലിന് കോൾ എടുക്കാൻ സാധിക്കുന്നില്ല. പാർവതി, ഇവിടെ റേഞ്ച് ഇല്ലെന്നാ തോന്നുന്നത്. ഞാൻ അങ്ങോട്ടേക്ക് കുറച്ച് മാറി നിന്നിട്ട് റേഞ്ചുള്ള സ്ഥലത്ത് നിന്ന് ഫോൺ ചെയ്തിട്ട് വരാം. നീ ഇവിടെ നിന്നോളുമോ? നിനക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വിശാൽ സാർ അധികം ദൂരത്തേക്കൊന്നും പോകണ്ടെന്നും ഞാൻ ഇവിടെ നിന്നോളാമെന്നും പാറു പറയുന്നു. അതേസമയം പാറുവിനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി അവിടെ ഒരു മരത്തിന്റെ പിന്നിൽ മറഞ്ഞു നിൽക്കുകയാണ് ജാസ്മിൻ. പിന്നീട് കാണിക്കുന്നത് പ്രഭാവതിയെയും പ്രതാപനെയുമാണ്. ചേച്ചി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാനേ ഗോപിയേട്ടൻ്റെ മുറിയുടെ പുറത്തുകൂടി പോകുമ്പോൾ രാധികയും അമ്മയും എല്ലാം കൂടി സംസാരിക്കുന്നത് കേട്ടിരുന്നു. ശേഖരളിയനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണമെന്നും ഗായത്രി ചേച്ചിയെ കൊന്നതിൻ്റെ കാരണം ചോദിക്കണമെന്നുമൊക്കെ അവർ പറയുന്നു. അങ്ങനെ അവരെങ്ങാനും ശേഖരളിയനെ കണ്ടെത്തിയാലേ നമുക്കത് ആപത്താ. അളിയൻ്റെ ഇപ്പോഴത്തെ നിലപാട് വെച്ച് മിക്കവാറും ചേച്ചി അയാളുടെ ഭാര്യയായിരുന്നെന്ന് അയാൾ തുറന്നു പറയുകയും ചെയ്യും. ഇത് കേൾക്കുന്ന പ്രഭാവതി പറയുകയാണ്, അവരാരും അയാളെ കണ്ടെത്തരുത്. അതിനു മുമ്പ് തന്നെ നമ്മൾ കണ്ടെത്തുകയും അയാളെ കൊന്നു കളയുകയും ചെയ്യണം. അതിന് ഇപ്പോൾ അയാൾക്ക് നല്ല ഭാവമാറ്റം വന്ന് കാണില്ലേ ചേച്ചി, നമ്മൾ എങ്ങനെ കണ്ടെത്തുമെന്ന് പ്രതാപൻ ചോദിക്കുമ്പോൾ പ്രഭാവതി പറയുകയാണ്, ഈ പോലീസിലൊക്കെ നല്ല ആർട്ടിസ്റ്റുമാർ കാണുമല്ലോ. അങ്ങനെ ആരെങ്കിലും കൊണ്ട് അയാളുടെ ഇപ്പോഴത്തെ രൂപം വരച്ചെടുക്കാം. പിന്നീട് നമുക്ക് അയാളെ കണ്ടെത്താൻ എളുപ്പമായിരിക്കും. അത് ചേച്ചി പറഞ്ഞത് കാര്യം തന്നെയാണെന്ന് പ്രതാപനും പറയുന്നു. പിന്നീട് കാണിക്കുന്നത് പാറുവിനെയാണ്. വിശാലിനെ കാണാതെ ആകെ ബോറടിച്ചിരിക്കുകയാണ് പാറു. തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന 2-3 കല്ലുകൾ വെച്ച് പാറു എന്തോ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കാണുന്ന ജാസ്മിൻ പറയുകയാണ്, ഈ കാട്ടിൽ വെച്ചായിരുന്നു ഗായത്രി ദേവിയുടെ അവസാനം. ഗായത്രി ദേവിയുടെ രക്തം വീണി കാട്ടി വെച്ച് തന്നെ നിന്റെയും മരണം സംഭവിക്കട്ടെ, അതാകും വിധി. അത്രയും മനസ്സിൽ പറഞ്ഞുകൊണ്ട് ജാസ്മിൻ പാറുവിൻ്റെ നേരെ ഷൂട്ട് ചെയ്യുകയാണ്. പെട്ടെന്ന് പാറുവിൻ്റെ കയ്യിൽ നിന്നും കല്ലുകൾ വീഴുകയും പാറു അതെടുക്കാൻ വേണ്ടി കുനിയുമ്പോൾ പാറുവിന് പകരം വെടികൊള്ളുന്നത് അവിടെയുള്ള ഒരു തൂണിനാണ്. പെട്ടെന്ന് ആ സംഭവത്തോടെ പരിഭ്രാന്തിയോടെ ചുറ്റും നോക്കുകയാണ് പാറു. പെട്ടെന്ന് ഒരു വിമാനം പോവുകയും പാറു അതിൻ്റെ ഭംഗി ആസ്വദിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സമയത്ത് ശക്തമായ കാറ്റ് വീശുകയും ജയയുടെ ആത്മാവ് പാറുവിൻ്റെ അടുത്തേക്ക് വരികയും ചെയ്യുന്നു. അല്ല, ജയ എന്താ ഇവിടെയെന്ന് പാറു ചോദിക്കുമ്പോൾ ജയ പറയുകയാണ്, ഞാൻ നിന്നെ കാണാൻ വേണ്ടിയിട്ടാണ് ഇരുന്നത്. പക്ഷേ നീ ഒരു നിമിത്തം പോലെയാ ഇവിടെ എത്തിച്ചേർന്നത്. നിന്നെ ഇവിടെ എത്തിച്ചതാണെന്ന് വേണമെങ്കിൽ പറയാം. പാർവതി, നീ എൻ്റെ ഒപ്പം വന്നേ. അതേസമയം ഇതൊക്കെ കാണുന്ന ജാസ്മിൻ അവിടെ അമ്പരപ്പോടെ നിൽക്കുകയാണ്. ഈ പാർവതി എന്താ തനിച്ച് സംസാരിക്കുന്നത്? വരൂ പാർവതി, ഞാൻ നിനക്ക് ഒരു കൂട്ടം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ജയ പാർവിനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. ഇവളിത് എവിടേക്കാണ് പോകുന്നത്? എന്ത് റിസ്ക് എടുത്തിട്ടാണെങ്കിലും വേണ്ടില്ല, ഇവളെ ഫോളോ ചെയ്യുക തന്നെ വേണം. പിന്നീട് കാണിക്കുന്നത് പ്രഭാവതിയും പ്രതാപനെയുമാണ്. നീ എന്താ പ്രതാപ ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് നോക്കുന്നത്? അത് പിന്നെ ചേച്ചി, നമ്മുടെ ആർട്ടിസ്റ്റ് ഇങ്ങോട്ടേക്ക് വരാമെന്നാ പറഞ്ഞത്. അതെന്തിനാ പ്രതാപ നീ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത്? എങ്കിൽ ചേച്ചി, നമുക്ക് പുറത്ത് വെച്ച് മീറ്റിംഗ് അറേഞ്ച് ചെയ്യാം. പിന്നെ എങ്ങനത്തെ ഫോട്ടോയൊക്കെയാണ് ചേച്ചിക്ക് വേണ്ടത്? താടിയുള്ളതും താടിയില്ലാത്തതും അങ്ങനെയുള്ള എല്ലാ രൂപത്തിലെയും ഫോട്ടോ വേണം. ചിലപ്പോൾ അയാൾ കമൽഹാസനെ പോലെ വൃദ്ധൻ്റെ വേഷം കെട്ടിയാണ് നടക്കുന്നതെങ്കിലോ? അതൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ലല്ലോ. അതേസമയം ഇതെല്ലാം അവിടെ മറഞ്ഞു നിന്ന് കേൾക്കുന്ന രാധിക മനസ്സിൽ പറയുകയാണ്, ഇനി ഒരുപക്ഷെ ഇവിടെയുള്ള ശേഖരനും ആ ശേഖരനും ഒരാൾ തന്നെ ആകുമോ? പിന്നീട് കാണിക്കുന്നത് പാറുവിൻ്റെ പിന്നാലെ പോകുന്ന ജാസ്മിനെയാണ്. ജയയോട് എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് പാറു ചോദിക്കുന്നുണ്ടെങ്കിലും നീ വാ പാർവതി, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ജയ പാറുവിനെ കൊണ്ട് പോവുകയാണ്.
ഇവളതെങ്ങോട്ടാ ഒറ്റയ്ക്ക് സംസാരിച്ചുകൊണ്ട് പോകുന്നത് എന്ന് അവിടെ നിന്നുകൊണ്ട് ജാസ്മിനും പറയുന്നു. അതേസമയം ഫോൺ ചെയ്തതിന് ശേഷം അങ്ങോട്ടേക്ക് വരുന്ന വിശാൽ പാറുവിനെ കാണാതെ അന്വേഷിച്ച് നടക്കുകയാണ്. നടന്നു പോകുന്ന പാറുവിന്റെ നേരെ തോക്ക് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ജാസ്മിനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.